നഴ്സിംഗ് ഡയറക്ടറിന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LBSന്റെ ഏതാനും ചില അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കർണാടക എക്സാമിനേഷൻ അഥവാ KA എക്സാമിനേഷൻസിന്റെ അടുത്ത നടപടിയൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അവസാനം വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിരവധി കുട്ടികളാണ് ആകാംക്ഷഭരിതരായി ഈ പറയുന്ന LBSന്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കൂടെ ഒരുപോലെ ആക്കിയിട്ടാണ് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകൾ, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകളാണ് ആദ്യമേ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ തന്നെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇൻഡെക്സ് മാർക്കുകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാർക്കുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള എക്സാംസ് എഴുതിയേക്കുന്ന കുട്ടികൾ, +2 കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പ്രൊഫൈൽ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കാണുന്നതാണ് പ്രൊഫൈൽ പേജ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്കുകൾ അത് ഓരോ തരത്തിലും, ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങളുടെ റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷന്റെ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിലും ഉള്ള റാങ്കുകൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിന്റെ സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും LBSന്റെ സബ് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ LBSന്റെ ഡയറക്ട് സെന്റർ വഴിയോ നിങ്ങൾക്ക് അതിന്റെ കറക്ഷൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളും എല്ലാം വെച്ച് നിങ്ങൾക്ക് അതിന്റെ അപ്ഡേഷൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിരവധി കുട്ടികളാണ് ഇംപ്രൂവ്മെന്റ് മാർക്കിനും റിവാലുവേഷൻ റിസൾട്ടുകളൊക്കെ നൽകി മാർക്കുകൾ മാറ്റം വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന രീതിയിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്കെല്ലാം തന്നെ അപ്ഡേഷൻസ് ആകുന്നതാണ്. ഇൻ കേസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന സമയത്ത് എത്രയും വേഗം തന്നെ നിങ്ങളുടെ LBSന്റെ സബ് സെന്ററുകൾ, മിക്കവാറും എല്ലാ ജില്ലകളിലും സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സബ് സെന്ററുകൾ നിങ്ങൾ മതിയായ രേഖകളൊക്കെ ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യപ്പെട്ട് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ നടപടിയിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ കർണാടകയിലേക്ക് നോക്കി കഴിയുമ്പോൾ പ്രത്യേകിച്ച് കർണാടക എക്സാമിനേഷന്റെ റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റാങ്ക് ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ റാങ്ക് ലിസ്റ്റുകൾ കയറി പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ മിക്കവാറും കുട്ടികൾക്കൊക്കെ തന്നെ റാങ്ക് ലിസ്റ്റുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ പല കുട്ടികൾക്കും +2ന്റെ മാർക്കുകൾ എൻട്രി ചെയ്യാത്ത ഒരു കാരണം കൊണ്ട് തന്നെ അവർ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാകും അവരുടെ കാര്യം എന്നുള്ളത് നമുക്ക് മുന്നോട്ട് വഴിയെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇനി വരുന്ന ഘട്ടം എന്നുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. നിരവധി കുട്ടികളാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് KA എക്സാമിനേഷൻസിന്റെ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ലേറ്റ് ആകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ KA എക്സാം എന്നുള്ളത് അല്ലെങ്കിൽ കർണാടകയുടെ CET എക്സാം എന്നുള്ളത് ഈ പറയുന്ന എഞ്ചിനീയറിംഗ്, BArc, മറ്റുള്ള പാരാമെഡിക്കൽ രംഗത്തൊക്കെ ആണെങ്കിലും, നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ രംഗത്തായിക്കോട്ടെ, അത് ഗവൺമെന്റ് തലത്തിലും ഉള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫീസ് ഇളവുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി റിസർവേഷൻസ് അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളൊക്കെ നൽകണമെന്നുണ്ടെങ്കിൽ മതിയായ രേഖകളൊക്കെ ഹാജരാക്കി അതിന്റെ വെരിഫിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും അവരെ പരിഗണിക്കപ്പെടുക. അപ്പോൾ അതിന്റെ ഒരു സമയമാണ് ഈ ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഒക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം തന്നെ, അതായത് നോൺ കർണാടക സ്റ്റുഡൻസ് എല്ലാം തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്കാണ് നമുക്ക് അഡ്മിഷൻസ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ മാത്രമായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ KCTയുടെ റാങ്ക് ലിസ്റ്റുകൾ കഴിഞ്ഞു. എന്നാൽ അടുത്ത ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികളുമായിട്ട് അധിക കാലതാമസമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ തന്നെ ഇതിന്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻസ്, അതായത് കോളേജ് ഓപ്ഷൻ നൽകേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കോളേജ് ഓപ്ഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അലോട്ട്മെന്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുള്ളത്. നിരവധി കോളേജുകളിൽ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലൊന്നും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അഡ്മിഷൻ പ്രോസസ്സ് കഴിയാത്ത രീതിയിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ സീറ്റുകൾ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല കോളേജുകളിലും ഇപ്പൊ പല ഏജന്റുമാരായിക്കോട്ടെ, പല ആൾക്കാരും സെന്റ് ജോൺസ് അല്ലെ ഫാദർ മുള്ളസ് തുടങ്ങിയുള്ള കോളേജുകൾ അഡ്മിഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞ നിരവധി തുക, അതിൽ നല്ല രീതിയിൽ ലക്ഷങ്ങൾ ഡൊണേഷൻ മേടിച്ചിട്ടുണ്ടെന്നുള്ളത് പല പേരൻസും പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കുകയില്ല. അപ്പോൾ KA അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അലോട്ട്മെന്റ് വഴി നമുക്ക് മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് ലഭിക്കുവാൻ സാധ്യതയുള്ളത്.
എന്നാൽ ആവറേജ് ആയിട്ടുള്ള കോളേജുകൾ അല്ലെങ്കിൽ ചെറിയ പാക്കേജിലുള്ള കോളേജുകൾ, നിരവധി കോളേജുകളിൽ ഇനിയും സീറ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കോളേജുകളിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വ്യക്തമായിട്ട് അഫിലിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ സബ് കോളേജുകളൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത കോളേജുകളുടെ ഒരു ഗ്രൂപ്പിലാണോ നിങ്ങൾ ചേരുന്നത് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ലൈൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്കുകൾ കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഗ്രൂപ്പ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ നഴ്സിംഗ് എന്ന് പറഞ്ഞ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൽ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, കേരളവും പുറത്തേക്കും ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പാണ് ഫ്യൂച്ചർ നഴ്സിംഗ് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്കും രജിസ്ട്രേഷൻ വഴി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അപ്ഡേഷൻസ് ഉണ്ടാവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കുകളായതിനാലാണ് അപ്ഡേഷൻസ് ഒന്നും ഉണ്ടാകാതിരുന്നത്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഈ പറഞ്ഞ ചാനൽ വഴിയൊക്കെ ആണെങ്കിലും മാക്സിമം അപ്ഡേഷൻസ് തരുവാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.